ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു എനിക്ക് രാവിലെ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി ആസ്പത്രിയിലുള്ള സമയത്ത് ഒരു അജ്ഞാതൻ ഒരു ഭീഷണി ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ലാംഗ്വേജിലായിരുന്നു തുടങ്ങിയിരുന്നത്. തുടർന്ന് ആ ഒരു സംഭാഷണത്തിൽ മുഴുവൻ അവൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന ഒരു ഭീഷണിയും സംസാരവുമായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഞാൻ ആ ഒരു ഇവരുടെ കോളുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കോള് റെക്കോർഡ് ചെയ്തു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ അത് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ല രീതിയിലുള്ള ഭീഷണിയാണ്, ഇതെന്തായാലും കേസ് കൊടുത്തേക്കൂ എന്നുള്ള അഭിപ്രായമാണ് അവർക്കൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞാനിത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് എനിക്ക് PRO, തളിപ്പറമ്പിൽ PRO വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് ഫിജീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ കമ്പനിക്കെതിരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വേറെയും 2-3 കേസുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നുണ്ട് നമ്മൾ എന്ന്. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹം ഈ ഒരു ഭീഷണിക്ക് ന്യായീകരണം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പൊട്ടനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ പൊട്ടൻ എന്ന് വിളിക്കരുത് എന്ന് ഫോൺ വിളിച്ച് ഞാൻ പറയുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് അദ്ദേഹം പോലീസ് PROയോട്, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ PROയോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പൊട്ട എന്നൊന്നും അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ടത്, നല്ല രീതിയിലുള്ള ഭീഷണിയാണ്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ഞാനും വരാം, എനിക്കും കാണണം അദ്ദേഹത്തെ, അങ്ങനെയാണ് അത് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹമാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ലീഡർ ഇദ്ദേഹമാണ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൈറിച്ചിൽ നിന്നുണ്ടാക്കിയ വരുമാനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു കമ്പനിയുണ്ട്, ഇങ്ങനെ മണി ചെയിൻ നടത്തുന്ന ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി. ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറയുന്ന പോലെ കേരളത്തിലെമ്പാടും ഈ GST വെട്ടിക്കാൻ GST രജിസ്ട്രേഷൻ മാത്രം എടുത്തിട്ട് ഇൻകം ടാക്സ് വെട്ടിപ്പിക്കാൻ വേണ്ടി നടത്തിയ കമ്പനികൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു മണി ചെയിൻ കമ്പനിയായ ഹൈറിച്ചിൽ നിന്ന് സമ്പാദിച്ചത് 8 കോടിയോളം രൂപയാണ് ഇദ്ദേഹം കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് സമ്പാദിച്ചത്. 2019 ഇദ്ദേഹം ഈ ഒരു തട്ടിപ്പിലെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ, ഹൈറിച്ചിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുള്ള വീഡിയോയിൽ തന്നെ പറയുന്നത്, ഇദ്ദേഹം 2001 ഈ മണി ചെയിൻ അല്ലെങ്കിൽ ഈ MLM തട്ടിപ്പുകളിൽ ചെന്ന് പെടുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹം ഒരു പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു, ബസ്സിൽ കിളിയായിരുന്നു, ബസ് കഴുകലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്നൊക്കെയാണ്. അവിടെ നിന്ന് ഇദ്ദേഹം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് ചെറുകുന്നതിൽ തന്നെ ഏറ്റവും വലിയ വീടിൻ്റെ ഉടമ എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് മണി ചെയിനാണ്. ഇദ്ദേഹം 8 കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വഴി നടന്നിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ ബിസിനസ്സാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു മണി ചെയിൻ അല്ലെങ്കിൽ MLM എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്ന, പൊതുവെ അന്യോന്യം സാറ് മാഡം എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും അത് അവരുടെ പിന്നിൽ നിന്ന് പാര വെക്കുന്ന പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള ആൾക്കാരെ ജോയിൻ ചെയ്ത് അതിൻ്റെ അടിയിലൊക്കെ നല്ല ജോയിനിങ് വരുന്നുണ്ട്, ഒരു ടീം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഉള്ള ആളെ ഇദ്ദേഹം ക്യാൻവാസ് ചെയ്ത്
ആ ഒരു ടീമിനെ മൊത്തം അടർത്തി മാറ്റി ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഒപ്പം ചേർക്കുക, അങ്ങനെ പറച്ചു നടുക എന്നുള്ള സിസ്റ്റമാണ് ഇദ്ദേഹം അനുവർത്തിച്ചിരുന്നത്. അങ്ങനെ പല പല ലീഡർമാരെയും ചതിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ 4 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വരുമാനം ഉണ്ടായിരിക്കുന്നത് എന്ന് എല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അതിശയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ 1-2 പരാതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ 100 കോടിയോളം രൂപ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പിടിച്ചു കൊടുത്ത ആൾക്കെതിരെ നമ്മുടെ കണ്ണൂർക്കാരും തന്നെ പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ED കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആൾറെഡി ഇദ്ദേഹത്തിനെയൊക്കെ വിളിപ്പിച്ചതാണ്, ഒരു തവണ ഇദ്ദേഹത്തെയൊക്കെ വിളിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഇന്ന് കാണാനിടയായി. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോയും കാണുക, അതിന് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ആ ലീഡറെക്കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും അവരുടെ രീതികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാപ്പിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.